എന്താ പേര്? വാമിക. എത്രയിലേക്കാ? ഒന്നിലോട്ട്. സ്കൂളിലേക്ക് വരെ ഹാപ്പി ആയോ? എന്താ തലയിലൊക്കെ ഉള്ളേ? ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? ഫ്രണ്ട്സൊക്കെ ആയോ? അവിടെ കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. എല്ലാവർക്കും തലയില് ഓരോ അലങ്കാരമൊക്കെ നൽകി അവരൊക്കെ വലിയ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഒരു മിടുക്കൻ ഇവിടെ മാസ്ക് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എന്ത് പറ്റി മാസ്ക് ഒക്കെ ഇട്ടിട്ട്? എന്താ പേര്? ആണോ? ആദ്യമായിട്ടാണോ സ്കൂളിലേക്ക്? എത്രയിലേക്കാ? ഫ്രണ്ട്സൊക്കെ ആയോ? ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മളിനിപ്പോ ഈ അച്ഛനമ്മമാരൊക്കെ ക്ലാസ് കയറി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ ഈ കാഴ്ച തന്നെ ആയിരിക്കുമോ എന്നറിയില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, എല്ലാവരും നല്ല ആവേശത്തിലാണ്. ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. നമ്മൾ രാവിലെ കണ്ടിരുന്നു, ഇവിടെ ഒരു റോബോട്ടിക് എലിഫന്റിനെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കുട്ടികളെ ആകർഷിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പ്രവേശനോത്സവ ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യും. ഈ പെരിങ്ങോളത്തിനെ സംബന്ധിച്ച് ഈ സ്കൂളിൽ എന്ത് പരിപാടി നടന്നാലും ഈ നാട് അതിന്റെ എല്ലാ ആവേശവും ഏറ്റെടുക്കാറുണ്ട്. ഈ നാട്ടുകാർ തന്നെയാണ് എല്ലാ ഒരുക്കങ്ങൾക്കും മുൻകൈ എടുക്കാറുമുള്ളത്. അങ്ങനെ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്തത്. നാട്ടിലുള്ളവർ തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയത്. ഇവിടെയുള്ള കുട്ടികൾ, നാട്ടിലെ കുട്ടികളാണ് ഇവിടെ ഈ കുരുന്നുകളെയൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ പ്രവേശനോത്സവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വേദിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ മന്ത്രി വന്നു കഴിഞ്ഞാൽ പ്രവേശനോത്സവ ചടങ്ങ് തുടങ്ങും. അതിന് മുന്നോടിയായുള്ള മറ്റൊരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം, ഒരു ആനയൊക്കെ ഉണ്ട്. ആനയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ആനയാണ് എന്നുള്ളത്. അത് പക്ഷേ അത് റോബോട്ടിക് എലിഫന്റ് ആണ്. അങ്ങനെ ഒരു കാഴ്ച എല്ലാ സ്കൂളിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ കുട്ടികൾക്ക് വലിയ കൗതുകമുള്ള ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ട് ഈ ആനയൊക്കെ. അത്തരത്തിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളും തെയ്യവും കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന എല്ലാ കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വലിയ ഒരു ആശങ്കയില്ല, അല്ലെങ്കിൽ ഒരു അപരിചിതത്വം ഇല്ലാതെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളൊക്കെ ആനയെ നോക്കി നിൽക്കുകയാണ് കുട്ടികളൊക്കെ. അങ്ങനെ ഹായ്, ആനയെ കണ്ടിട്ട് ഇഷ്ടായോ? ആണോ? ഹലോ, ആനയെ ഇഷ്ടായോ? ഇവിടെ എല്ലാവർക്കും അതൊരു കൗതുക കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഹലോ, എന്താ പേര്? സ്കൂളിലേക്കാണോ? ആനേനൊക്കെ കണ്ടോ? യെസ്.